ആഫ്രിക്ക വളരെ അകലെയല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നാളെ കേരളത്തിലുണ്ടാവും എന്ന് സെബാസ്റ്റ്യൻ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, സംഘപരിവാറിന്റെ കുടക്കീഴിൽ സംരക്ഷണം നേടുക എന്നുള്ള സന്ദേശമാണ് അതിൻ്റെ അകത്തുള്ളത്. അതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഈ ക്രൈസ്തവ സമൂഹത്തിനകത്തുള്ള വോട്ട് ഷിഫ്റ്റ് അങ്ങോട്ടായിരിക്കും. അതാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് മുൻപെല്ലാം തന്നെ UDF അടിയുറച്ച വോട്ടുകളായിരുന്നു. UDF ആണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷാകേന്ദ്രമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ മതവിരോധികളും അതേപോലെ തന്നെ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റായി മാറിയിട്ടുണ്ടെങ്കിൽ അവൻ തെമ്മാടിക്കുഴിയിൽ പോയി കിടക്കുകയും ചെയ്യേണ്ട സ്ഥിതിയാണ് പണ്ടുണ്ടായിരുന്നത്. അത്തരം ഒരു വലിയ ശത്രുതയൊന്നും ഇപ്പോൾ CPM ഇല്ല. കാരണം CPM പഴയ CPM അല്ലല്ലോ. അവർക്ക് കമ്മ്യൂണിസം ഉണ്ടോ എന്നുള്ള കാര്യം തപ്പി നോക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അവരും ക്രിസ്ത്യാനികളും തമ്മിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയും തമ്മിലൊക്കെ നല്ല ബന്ധങ്ങളായിരിക്കാം എന്നാണ് ഞാൻ കണക്ക്. പക്ഷെ പുതിയ കാലാവസ്ഥയിൽ, പുതിയ രാഷ്ട്രീയത്തിൽ UDF അവിശ്വസിക്കുന്നു ക്രിസ്ത്യാനികൾ എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ്റെ ലേഖനത്തിൽ നിന്ന് വായിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ നിങ്ങൾ UDF അവിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഇനി വിശ്വസിക്കേണ്ടത് ആരെയെന്ന് ചോദിച്ചാൽ അത് സംഘപരിവാറിനെയാണ് എന്നുള്ളതാണ് ആ മെസ്സേജ്. കേസരിയിൽ അത് വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മറ്റ് എല്ലാവരും തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മതമൗലികവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.